റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. അരീക്കോട്ട് യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെയാണ് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8ഓളം പേർ ചൂഷണം ചെയ്തത്. പ്രതികൾ പലതവണ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് എഫ്ഐആർ. മുഖ്യപ്രതി 36-കാരിയെ പലർക്കായി കാഴ്ചവെക്കുകയായിരുന്നു. യുവതിയുടെ 15 പവൻ സ്വർണവും കവർന്നു. അരീക്കോട് പോലീസ് കേസെടുത്തു. കേസ് പിൻവലിക്കാൻ ഭീഷണിയുണ്ടെന്ന് യുവതിയുടെ കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷനിലാണ് 36 വയസ്സുകാരിയായ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് 3 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാനസിക വൈകല്യമുള്ള ഈ യുവതിയെ അവരുടെ വൈകല്യം ചൂഷണം ചെയ്തുകൊണ്ടാണ് 6ലധികം വരുന്ന ആളുകൾ പല തവണകളിലായി ചൂഷണത്തിന് ഇരയാക്കിയത്. ഒരു പെൺവാണിഭ സംഘം തന്നെ ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ആരോപണം. ഇവരുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവള് മാനസിക രോഗിയാണെന്നും ഇവരെ എതിർക്കാൻ ഞങ്ങൾക്ക് ഫാമിലിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഈ മുഖ്യപ്രതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടാന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. ഇവരെ കൊണ്ടുപോയി പല ആളുകൾക്കും വിൽപ്പന നടത്തുന്ന സാഹചര്യമുണ്ട്. പല ആൾക്കാർക്കും പിന്നെ കൊണ്ടുപോയിട്ട് കാഴ്ച വെച്ചിട്ടുണ്ടാണ് പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ ആൾക്കാരൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരും അതായത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുമാണ്. അതാണ് നമുക്ക് വല്ലാതെ വിഷമം ഉണ്ടായത്. ഉപദ്രവിച്ചതിൽ കുടുംബത്തിൽപ്പെട്ട ആളുകളും ഉണ്ടല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് പരാതി പിൻവലിക്കാൻ സമ്മർദ്ദവും ഓഫറുകളൊക്കെ ഉണ്ടോ? ഒരുപാട് പ്രാവശ്യം നമ്മളെ വീട്ടിൽ വന്ന് കേട്ട് ഇതിൽ പിന്തിരണം പല പ്രാവശ്യം പറയും. പക്ഷെ ഞാനിതിൽ പിന്നെയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിൽ പല സമ്മർദ്ദങ്ങളും പല വീട്ടിൽ പല കാര്യങ്ങളും ഇതിൽ വലിയ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. ഉപദ്രവിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പോലീസിനും അതുപോലെ തന്നെ കോടതിയിലും മജിസ്ട്രേറ്റിനും മുമ്പായിരിക്കും മൊഴി നൽകിയിട്ടുണ്ടല്ലേ? മൊഴി നൽകിയിട്ടുണ്ട്. അതായത് മൊഴി നൽകിയിട്ടുണ്ട്. എഫ്ഐആർ ഇട്ടതാണ്, മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞതാണ്, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതാണ്. അങ്ങനത്തെ ഇവരൊരാളെ സുഹൃത്തെന്ന് നടിച്ച് സ്വർണവും പണവും കവരുന്ന ഒരു സാഹചര്യം ഉണ്ട്. വിനിൽകുമാറിന് ഒരു 15ഓളം പവൻ സ്വർണം അവൻ കൈക്കലാക്കിയിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് അത് കൈക്കലാക്കിയിട്ടുണ്ടെന്ന് അവരെ പറഞ്ഞതാണ്. 15 പവൻ സ്വർണം, 15ഓളം പറയുന്ന സ്വർണം. എത്ര ആളുകൾ ഇപ്പോൾ ഇതിൽ പ്രതിയായിട്ട് പോലീസ് എഫ്ഐആറിൽ ചേർത്തു? 6 ആൾക്കാർ 5 ആൾക്കാർ വരെ ഇതിലുണ്ട്. പക്ഷെ ഇനിയും പ്രതികൾ ഇതിലുണ്ട് എന്നാണ് നമ്മളുടെ ഒരു ധാരണ. ഒരുപാട് ആളുകൾക്ക് ഈ മുഖ്യപ്രതി കാഴ്ച വെച്ചിട്ടുണ്ട് എന്നാണ് തീർച്ചയായിട്ടും. അത് ഈ പ്രതി തന്നെ സംബന്ധിച്ച ഒരു വിഷയം തന്നെയാണ്. അരീക്കോട് സ്വദേശിയെ 36 വയസ്സുകാരെ യുവതിയാണ് ഇത്തരത്തിൽ പെൺവാണിഭത്തിന് തന്നെ വിധേയമാക്കിയത്. മുഖ്യപ്രതി പണം വാങ്ങിക്കൊണ്ട് തന്നെ ഈ യുവതിയെ പല ആളുകൾക്കും കാഴ്ചവെച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം തന്നെ ഉന്നയിക്കുന്ന ആരോപണം. യുവതി നൽകിയ പരാതിയിലും സമാനമായ ആരോപണമുണ്ട്. നിരവധി ആളുകളെ പ്രദേശത്തെ യുവതിയുമായി അകന്ന ബന്ധമുള്ള ആളുകളും അയൽവാസികളും അടക്കം നിരവധി പേർ ചേർന്നുകൊണ്ട് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നും ഈ പോലീസിന് നൽകിയ എഫ്ഐആറിലും അല്ലെങ്കിൽ അതിലെ മൊഴിയിലും മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും ഒക്കെ തന്നെ ഈ യുവതി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പരാതിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുടുംബം തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി കരിമ്പയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. അഷ്കർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, മാനസിക വെല്ലുവിളി നേരിടുന്ന 36-കാരിയാണ്. അവരെ വിശ്വാസത്തിലാക്കിക്കൊണ്ട് അവരെ കാഴ്ചവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്. ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത് എപ്പോഴാണ്? അതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? സുജയ, അങ്ങേറ്റം വേദനിപ്പിക്കുന്ന നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് അരീക്കോട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2022-23 വർഷങ്ങളിലായിട്ടാണ് ഈ പീഡന പരമ്പര തന്നെ അരങ്ങേറുന്നത്. അത് അരീക്കോട് സ്വദേശിയായിട്ടുള്ള അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 36 വയസ്സുകാരിയായ യുവതിയാണ്. ഇവർക്ക് ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ മാനസിക വൈകല്യമുണ്ട്. അതുമായി മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവതിയാണ്. അതിൻ്റെ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന ഒരു യുവതി കൂടിയാണ്. ഇവർ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു അപകടത്തിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് പിന്നീട് ഇവരെ തുടർച്ചയായി ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ഇവരുടെ രോഗത്തിൽ വലിയ തോതിൽ കുറവ് വരികയും ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ഇത് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഈ ഇരയാക്കപ്പെട്ട യുവതിയുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ, ഇയാളുടെ സംസാര മധ്യേ അയാൾ തൊട്ട അയൽവാസിയോട് അബദ്ധത്തിൽ ഈ കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കുടുംബം അറിയുകയും ചെയ്തു. തുടർന്ന് കുടുംബം നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ചൂഷണ പരമ്പരയ്ക്ക് തന്നെ ഈ യുവതി ഇരയായി എന്നുള്ള കാര്യം കുടുംബം മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ
ഘട്ടത്തിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയോട് കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്. കാരണം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയോ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും വയലൻ്റ് ആവുന്ന ഒരു പ്രകൃതം ഈ യുവതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ നൽകിയതിന് ശേഷം അതിന് വലിയ മാറ്റം വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പുറത്തു പറയാൻ യുവതി തയ്യാറത്. മാത്രമല്ല താൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് പോലും ഈ യുവതി തിരിച്ചറിയുന്നത് അതിന് ശേഷമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പീഡന പരമ്പര പുറത്തു വരുന്നത്. പല ഘട്ടങ്ങളിലായി 2022-23 വർഷങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിൽ ജനുവരി മാസങ്ങളിലൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി 3-4 പ്രതികളൊക്കെ തന്നെ ഒരുമിച്ച് ബലാത്സംഗത്തിന് ഈ യുവതിയെ ഇരയാക്കി എന്നുള്ളതാണ്. അത് കീഴ്ശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, വെള്ളുവമ്പ്രം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, വയനാട് മാനന്തവാടി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിലേക്കൊക്കെ തന്നെ യുവതിയെ കൊണ്ടുപോയി ഈ മുഖ്യപ്രതി തന്നെയാണ് പലപ്പോഴും പലർക്കും കാഴ്ചവെച്ചിരുന്നത്. അതിൽ പണം വാങ്ങിക്കൊണ്ട് തന്നെ ഈ പ്രതി ഈ യുവതിയെ കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ടായി. അത്യന്തം ഗുരുതരമായ വിവരങ്ങളാണ് ഈ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്നത്.